ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം തിരുവചനം. അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ദൈവരാജ്യം കാണുന്നതിന് മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് യേശു പറഞ്ഞതിനും 8 ദിവസത്തിന് ശേഷം തൻ്റെ ഇന്നർ സർക്കിളിലുണ്ടായിരുന്ന 3 ശിഷ്യന്മാരെ കൂട്ടി താബോർ മല കയറുന്ന യേശു. അത്ര എളുപ്പമുള്ള യാത്രയായിരുന്നില്ല ആ ശിഷ്യന്മാർക്ക് ആ മലയുടെ ഉയരത്തിൽ എത്തുക എന്നുള്ളത്. എന്തിനാണ് തങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തി ആ മലയുടെ മുകളിലേക്ക് മുട്ടുകൾ തളരുന്ന വിധം, കിതച്ച് ക്ഷീണ പരവശനാകുന്ന വിധം കയറ്റിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ ക്ഷീണം കൊണ്ട് ഉറങ്ങുവാൻ തയ്യാറാകുന്ന 3 ശിഷ്യന്മാർ. യേശു തൻ്റെ ഏറ്റവും ആഴത്തിലുള്ള അനുഭവങ്ങളിലേക്ക് സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്ന തൻ്റെ 3 ശിഷ്യന്മാർ. ഒരുപക്ഷെ അവരോട് ഒരു ചെറിയ സങ്കടം തോന്നിയ നിമിഷമായിരിക്കാം അത്, അല്ലേ? എങ്കിലും യേശു തീരുമാനിക്കുകയാണ് തൻ്റെ രൂപാന്തരീകരണത്തിന് സാക്ഷികളാകുവാൻ സ്വർഗത്തിൽ നിന്നും 3 പേരുടെ സാന്നിധ്യത്തിൻ്റെ സമയം ഭൂമിയിൽ നിന്ന് 3 സാക്ഷികൾ ഉണ്ടാകണം എന്ന്. ആരൊക്കെയാണ് സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷികൾ? പിതാവാം ദൈവം, മോശ, ഏലിയാവ് എന്നിവരായിരുന്നു ആ 3 സാക്ഷികൾ. അവരുടെ കൂടെ ഭൂമിയിൽ നിന്നും താൻ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്ന തൻ്റെ 3 പ്രിയ ശിഷ്യന്മാർ. രൂപാന്തരീകരണത്തിന് ഭൂമിയിൽ നിന്നുള്ള 3 സാക്ഷികൾ: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ 2 പത്രോസിൻ്റെ 1:18 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു, എന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു എന്ന സത്യം. യാക്കോബ് സ്ലീഹ തൻ്റെ ലേഖനം 3:17 പറയുന്നുണ്ട്, ഉന്നതങ്ങളിൽ നിന്നുള്ള ജ്ഞാനം ശുദ്ധവും സമാധാനപൂർണവും വിനീതവും സൽഫലങ്ങൾ നിറഞ്ഞതുമാണ് എന്ന്. 3-ാമത്തെ ശിഷ്യനായ യോഹന്നാൻ സ്ലീഹ തൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ്റെ 1:14 പറയുന്നുണ്ട്, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതനായവൻ്റെ മഹത്വം എന്ന്. അതെ, ആ 3 ശിഷ്യന്മാരും ഇന്ന് ഒരുപോലെ നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞു തരികയാണ്, ദൈവസന്നിധിയുടെ സ്ഥലമായ ഉയരങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി യേശു തിരഞ്ഞെടുക്കുന്ന മലയിൽ ഉന്നതങ്ങളിൽ നിന്നുള്ള ദൈവസ്വരം കേൾക്കുവാനും അങ്ങനെ കേട്ട് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം നേടുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അനുഭവിക്കുവാനും അങ്ങനെ വിനീതനായി വിശുദ്ധി നേടി സമാധാനപൂർണമായ ജീവിതം നയിക്കുവാനും യേശുവിൻ്റെ മഹത്വം വീണ്ടും ദർശിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.